പതിറ്റാണ്ടുകളായി ഭാരതീയരുടെ ജീവിതത്തിലെ ഒരു അലിഖിത നിയമമായിരുന്നു വിദേശയാത്ര. മെച്ചപ്പെട്ട പാസ്പോർട്ട്, കരുത്തുറ്റ കറൻസി, ആഗോള എക്സ്പോഷർ, സുരക്ഷിതമായ ഭാവി, ഇതൊക്കെയായിരുന്നു ഓരോ ഇന്ത്യക്കാരനെയും അതിർത്തികൾ കടക്കാൻ പ്രേരിപ്പിച്ചത്. സ്വന്തം വേരുകൾ അറുത്തുമാറ്റി മറ്റൊരു നാട്ടിൽ ജീവിതം പടുത്തുയർത്തുക എന്നത് ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് തങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ചത്. 2022 മുതൽ ഓരോ വർഷവും ഈ സംഖ്യ 2 ലക്ഷത്തിന് മുകളിലാണ്. എന്നാൽ 2025 അവസാനിക്കുമ്പോൾ ഈ ഒഴുക്കിൽ വലിയൊരു മാറ്റം ദൃശ്യമാകുന്നു. ഒരിക്കൽ അവസരങ്ങൾ തേടി നാട് വിട്ടവർ ഇന്ന് തിരികെ സ്വന്തം നാട്ടിലേക്ക് നോക്കുകയാണ്. ഇതൊരു പരാജയത്തിൻ്റെ കഥയല്ല, മറിച്ച് മാറ്റത്തിൻ്റെ കഥയാണ്. വിദേശത്തെ ജീവിതം നൽകിയ മടുപ്പ്, അരക്ഷിതാവസ്ഥ, ഒറ്റപ്പെടൽ എന്നിവയ്ക്കപ്പുറം ഇന്ത്യ ഇന്ന് മുമ്പത്തേക്കാളും കൂടുതൽ ഹോമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഇതിനെ നമുക്ക് റിവേഴ്സ് എക്സോഡസ് എന്നോ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ വാപ്പസി എന്നോ വിളിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പ്രവാസി ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യയിലേക്കുള്ള മടക്കമാണ്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സ്വകാര്യ സംഭാഷണങ്ങളിലും ഈ ട്രെൻഡ് വ്യക്തമാണ്. ഫിൻടെക് പ്ലാറ്റ്ഫോമായ SBNRI നടത്തിയ പഠനമനുസരിച്ച് US, UK, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ഏകദേശം 60% പ്രവാസികളും വിരമിക്കലിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയയിലെയും സിംഗപ്പൂരിലെയും പ്രവാസികളിൽ ഇത് 80%. അമേരിക്കയിൽ 75%, UK-യിൽ 70% പേർ മടക്കയാത്രയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു. ഇതൊരു വിദൂര സ്വപ്നമല്ല. പലരും ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും വസ്തുവകകൾ വാങ്ങാനും സമ്പാദ്യം നാട്ടിലേക്ക് മാറ്റാനും തുടങ്ങിക്കഴിഞ്ഞു. ഇവർ മടങ്ങി വരുന്നത് പണ്ട് ഉപേക്ഷിച്ചു പോയ അതേ ഇന്ത്യയിലേക്കല്ല. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം നടത്തിയ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്കാണ് അവർ വരുന്നത്. അമേരിക്കൻ സ്വപ്നങ്ങളുടെ നട്ടെല്ലായിരുന്ന H1B വിസകൾ ഇന്ന് പലർക്കും മാനസിക സമ്മർദ്ദത്തിൻ്റെ ഉറവിടമാണ്. 2025 H1B അപേക്ഷാ ഫീസിലുണ്ടായ വർധനവ് പല വൻകിട ടെക് കമ്പനികളെയും വിദേശികളെ നിയമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചു. നിലവിൽ H1B വിസ കൈവശം വയ്ക്കുന്നവരിൽ 72% ഇന്ത്യക്കാരാണ്. അതിനാൽ തന്നെ അമേരിക്കൻ വിസ നയങ്ങളിലെ നേരിയ മാറ്റം പോലും ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളെയാണ്. സോഷ്യൽ മീഡിയ പരിശോധനകൾ കർശനമാക്കിയതും H4 വിസകൾക്കുള്ള, അതായത് ഡിപ്പെൻഡന്റ് വിസകൾക്കുള്ള കർശന നിയന്ത്രണങ്ങളും പലരെയും അസ്വസ്ഥരാക്കുന്നു. അമേരിക്കയിൽ ദശകങ്ങളായി ജോലി ചെയ്യുന്നവർ പോലും നാട്ടിലേക്കൊരു അവധിക്ക് വരാൻ ഭയപ്പെടുന്നു. തിരിച്ചുള്ള യാത്രയിൽ വിസ നിയമങ്ങൾ മാറുമോ എന്ന ഭീതിയാണ് അവർക്ക്. 1990കളിൽ അമേരിക്കൻ കമ്പനികളിലെ നൈപുണ്യക്കുറവ് പരിഹരിക്കാൻ കൊണ്ടുവന്ന ഈ വിസ സംവിധാനം ഇന്ന് രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു. പ്രതിവർഷം $1 ലക്ഷം അധിക ഫീസായി കമ്പനികൾ നൽകണമെന്ന പുതിയ നിബന്ധന പല പ്രൊഫഷണലുകൾക്കും തങ്ങൾ അവിടെ ആവശ്യമില്ലാത്തവരായി മാറുന്നു എന്ന തോന്നലുണ്ടാക്കി. വിസ പ്രശ്നങ്ങളെക്കാൾ ഭയാനകമാണ് നാടുകടത്തൽ ഭീഷണി. 30 വർഷം അമേരിക്കയിൽ ജീവിച്ച് നികുതി അടച്ച് മക്കളെ വളർത്തിയവർ പോലും ഇന്ന് ഗ്രീൻ കാർഡ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ബബിൾജിത് സിംഗ് എന്ന പ്രവാസിയുടെ കേസ് ഇതിനൊരു ഉദാഹരണമാണ്. 2025 നവംബർ വരെ മാത്രം 3155 ഇന്ത്യൻ പൗരന്മാരെയാണ് അമേരിക്ക നാടുകടത്തിയത്. ഇതിലേറ്റവും ദാരുണമായത് ഫെബ്രുവരിയിലെ കാഴ്ചകളായിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം 104 ഇന്ത്യക്കാരെ കൈകാലുകൾ ചങ്ങലയിട്ട് C-17 സൈനിക വിമാനത്തിൽ നാടുകടത്തി. 40 മണിക്കൂറോളം നീണ്ട ആ യാത്രയിൽ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമോ കൃത്യമായ ഭക്ഷണമോ ലഭിച്ചില്ലെന്ന് പരാതികളുണ്ട്. ഈ ചിത്രങ്ങൾ ഇന്ത്യയിലുള്ള ബന്ധുക്കളെയും പൊതുസമൂഹത്തെയും വല്ലാതെ വേദനിപ്പിച്ചു. എത്ര കാലം അവിടെ ജീവിച്ചാലും തങ്ങൾക്ക് അർഹമായ അന്തസ്സും സുരക്ഷയും ലഭിക്കില്ലെന്ന തിരിച്ചറിവ് പ്രവാസികളെ നാട്ടിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാകില്ലെന്ന് പല പ്രവാസികളും തിരിച്ചറിയുന്നു. വിദേശ രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്ന ഏകാന്തതയും സാമൂഹികമായ അകൽച്ചയും വർദ്ധിച്ചു വരുന്ന വർണ്ണവിവേചനവും വലിയൊരു ഭീഷണിയാണ്. സ്റ്റോപ്പ് ആപ്പി ഹേറ്റ് റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേഷ്യക്കാർക്ക് നേരെ വലിയ തോതിൽ വിദ്വേഷ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. 2024 ഡിസംബർ മുതൽ 2025 ജനുവരി വരെ നടന്ന ഏഷ്യൻ വിരുദ്ധ അധിക്ഷേപങ്ങളിൽ 75% ദക്ഷിണേഷ്യക്കാർക്ക് നേരെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള വിദ്വേഷ പോസ്റ്റുകൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നത് സാധാരണ പ്രവാസികളിൽ ഭയമുണ്ടാക്കുന്നു. 2025 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യക്കാർക്കെതിരെയുള്ള 700ഓളം വിദ്വേഷ പോസ്റ്റുകൾക്ക് 28.1 കോടി വ്യൂസാണ് ലഭിച്ചത്. കമല ഹാരിസ്, ഉഷ വാൻസ് തുടങ്ങിയ പ്രമുഖർ പോലും വംശീയ അധിക്ഷേപത്തിന് ഇരയാകുന്നത് സാധാരണ പ്രവാസികളിൽ ആശങ്കയുണ്ടാക്കുന്നു. അമേരിക്കയിലെ മൊത്തം തൊഴിൽ ശക്തിയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇന്ത്യൻ അമേരിക്കക്കാരെങ്കിലും അവർ രാജ്യത്തിന് നൽകുന്ന നികുതി വിഹിതം വളരെ വലുതാണ്. ഫോർച്യൂൺ 500 കമ്പനികളിൽ 16 നയിക്കുന്നത് ഇന്ത്യക്കാരാണ്.
ഇത്രയധികം സംഭാവന നൽകിയിട്ടും തങ്ങൾ എന്നും പുറത്തുള്ളവരായി കണക്കാക്കപ്പെടുന്നു എന്നത് പലരെയും സ്വന്തം മണ്ണിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മടക്കയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈകാരികമാണ്. ഉത്സവങ്ങൾ, വിവാഹങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവയെല്ലാം പ്രവാസികൾക്ക് പലപ്പോഴും വീഡിയോ കോളുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വരുന്നു. പ്രായമാകുന്ന മാതാപിതാക്കളുടെ അരികിലുണ്ടാകാൻ കഴിയാത്തതിലുള്ള സങ്കടവും സ്വന്തം മക്കൾ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നും ഭാഷയിൽ നിന്നും അകന്നു പോകുന്നതിലുള്ള ആശങ്കയും വലിയൊരു വിഭാഗത്തെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു. കേന്ദ്ര സർക്കാരും ഈ മാറ്റത്തെ അനുകൂലമായ രീതിയിൽ കാണുന്നുണ്ട്. രേഖകളില്ലാതെ മടങ്ങുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതും മലേഷ്യ, UK തുടങ്ങിയ രാജ്യങ്ങളുമായി ഒപ്പിട്ട മൈഗ്രേഷൻ കരാറുകളും തിരിച്ചുവരവ് സുഗമമാക്കുന്നു. മടങ്ങിവരുന്ന പ്രവാസികൾ ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കാൻ ശേഷിയുള്ളവരാണ്. ആഗോളതലത്തിലുള്ള പ്രവൃത്തി പരിചയവും സാങ്കേതിക വിദ്യയിലുള്ള അറിവും ഇന്ത്യയുടെ വികസനത്തിന് വേഗത കൂട്ടും. ഗ്രേറ്റ് ഇന്ത്യൻ വാപ്പസി എന്നത് വെറുമൊരു മടക്കയാത്രയല്ല. അത് അനിശ്ചിതത്വത്തിന് മേൽ വൈകാരിക സുരക്ഷിതത്വവും ഒറ്റപ്പെടലിന് മേൽ സ്വന്തം വേരുകളും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. പണ്ട് വിദേശത്ത് പോകുന്നതായിരുന്നു വിജയത്തിൻ്റെ അടയാളമെങ്കിൽ ഇന്ന് ഇഷ്ടമുള്ളിടത്ത് അന്തസ്സോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് പുതിയ തലമുറ തിരിച്ചറിയുന്നു. ഇന്ത്യ ഇനി വെറുമൊരു ഓർമ്മയല്ല, അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാവുന്ന ഒരു ഭാവിയാണ്.